ഹലോ ഹായ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ചു ദിവസങ്ങളായി ചിഹ്നങ്ങൾ വെച്ചുള്ള വാക്കുകൾ എഴുതാനും വായിക്കാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ്. ഓ വെച്ചാണ് ഇന്ന് ആദ്യത്തെ ക്ലാസ്. ഓ ചിഹ്നമാണ് എഴുതിയിരിക്കുന്നത്. ഓ വെച്ച് ഇനി അക്ഷരങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കായിലുള്ളതാണ് ആദ്യം എഴുതിയത്. കായുടെ അപ്പുറവും ഇപ്പുറവും ചിഹ്നം ചേരുന്നുണ്ട്. ഇങ്ങനെയാണ് ഓ ചിഹ്നം വരുമ്പോൾ എഴുതാനുള്ളത്. ആദ്യത്തേത് കോ, പാ വരുമ്പം പോ, താ വരുമ്പോൾ തോ. അടുത്ത അക്ഷരം ച, ചോ, വോ. ബാക്കി അക്ഷരങ്ങൾ വെച്ച് നിങ്ങൾ എഴുതി നോക്കണം. എല്ലാ അക്ഷരങ്ങൾ വെച്ചും ചിഹ്നം ചേർത്ത് എഴുതണം. എഴുതുക മാത്രമല്ല അത് വായിച്ച് പഠിക്കുകയും വേണം. ചാ വെച്ച് ആദ്യത്തെ വാക്ക് എഴുതുകയാണ്. ചായും ഓ ചിഹ്നവും ചേരുമ്പോൾ ചോ. ചായും ഓ ചിഹ്നവും ചേരുമ്പോൾ ചോ. അടുത്ത അക്ഷരം വ, ചോ വ, ചോ വ, ചൊവ്വ. ആദ്യത്തെ വാക്ക് ചൊവ്വ. നെക്സ്റ്റ് എഴുതിയത് മായിലാണ്. ഴ, ഈ ചിഹ്നം ഴി, മോ ഴി, മോ ഴി, മൊഴി, മൊഴി. കായിലാണ്. ച, ച, ഈ ചിഹ്നം ചായും ഈ ചിഹ്നവും ആകുമ്പം ചി, ചി. കാ വെച്ചാകുമ്പോൾ കോ, കോ ചി, കോ ചി, കൊച്ചി, കൊച്ചി. അപ്പോൾ ഈ 3 വാക്കുകൾ ചൊവ്വ, മൊഴി, കൊച്ചി. ഇത്രയും നിങ്ങൾ എഴുതുകയും വേണം. അതോടൊപ്പം പറഞ്ഞ് ചൊല്ലി പഠിക്കുകയും വേണം. നെക്സ്റ്റ് കായൽ തന്നെയാണ്. ണ്ടായും ചന്ദ്രകലയും. ണ്ട് സൗണ്ട് ഉണ്ട്. ചന്ദ്രകല വരുമ്പോൾ ആണ് വരുന്നത്. അപ്പം ഉണ്ട്. കോ ഉണ്ട്, കോ ഉണ്ട്, കൊണ്ട്, കൊണ്ട്, കൊണ്ട് എന്നാണ് വായിക്കുന്നത്. കൊണ്ട്. നെക്സ്റ്റ് താ, താ വെച്ച് വരുമ്പം തോ ആയി, തോ. ഴ, ഈ ചിഹ്നം ഴായും ഈ ചിഹ്നവും ഴി, ഴി. എന്താണ് ഴി, ഴി, ഇൽ, ഇൽ. തോ ഴി ഇൽ, തോ ഴി ഇൽ, തോ, തൊഴി, തൊഴി ഇൽ, തൊഴിൽ, തൊഴിൽ, തൊഴിൽ എന്നാണ് വായിക്കുന്നത്. നെക്സ്റ്റ് നാ, നായും കോ ചിഹ്നം വരുമ്പം നോ, നോ. നെക്സ്റ്റ് ബ, ബ, രായും ചിഹ്നവും രം, രം എന്നാണ് വായിക്കുന്നത്. രം. അപ്പോൾ നോക്കാം. നോ ബ രം, നോ ബ രം, നൊമ്പരം, നൊമ്പരം. അത് 2-3 പ്രാവശ്യം പറയുമ്പോഴത്തേക്കും ഓക്കെ ആവും. നൊമ്പരം, നൊമ്പരം എന്ന് വായിക്കണം. അടുത്ത ഓയിൽ. ഓ നമ്മൾ എഴുതി കഴിഞ്ഞ് കണ്ടു. ഓ ആയിലാണ് എഴുതുന്നത്. ഓയിലും അക്ഷരങ്ങൾ വെച്ച് നോക്കാം. ആദ്യത്തേത് കോ. നമ്മൾ ഓ പഠിച്ചപ്പോൾ കോ എന്നേ പറഞ്ഞോളൂ. കോ, തോ, ചോ, പോ ഇങ്ങനെയാണ് പറഞ്ഞത്. ഇവിടെ വരുമ്പോൾ ഒരു ചെറിയ കോ ഇങ്ങനെ വരും. കോ, തോ, പോ, മോ, ഓ, ചോ, ടോ. ഇങ്ങനെ ഒരു ചെറിയ നീട്ടം നീട്ടി വേണം നമ്മൾ പറയാൻ. ആ എന്ന് പറയും പോലെ പറയണം. കോ, കാ വെച്ച് കോ. തായും ഈ ചിഹ്നവും തീ, തീ, തീ. കോ ഡ തീ, കോ ഡ തീ, കോടതി, കോടതി.
അടുത്ത അക്ഷരവും കായിൽ തന്നെയാണ്. ഇപ്പോഴേ ഷായും അമ്മും ശം. ഷായും അം ചിഹ്നവും ശം ആയി കോ ശം. കോശം. കോശം അങ്ങനെ വായിക്കും. കോശം. കോശം. നെക്സ്റ്റും കായിലാണ്. കാ വെച്ച് വരുമ്പോൾ എങ്ങനെ വായിക്കുമെന്ന് കുട്ടികൾ ആദ്യം തനിയെ പറഞ്ഞു നോക്കണം. പറഞ്ഞു നോക്കിയിട്ട് വേണം ഇത് വായിക്കാൻ. ഴായും ഈ ചിഹ്നവും നമ്മൾ മുന്നേ ഉള്ള വാക്കുകളിൽ പറഞ്ഞതാണ്. ഴായും ഈ ചിഹ്നം വരുമ്പം ഴീ വരും. ഴീ വരും. അപ്പോൾ കോ ഴീ. കോഴി. 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 അടുത്തത് ലായിലാണ്. കായും അം ചിഹ്നവും കം. കം. കം എന്ന് വായിക്കണം. ലാ വരുമ്പം ലോകം. 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 കായും അമ്മടയാളവും വരുമ്പം കമ്മെന്ന് വായിച്ചു. അപ്പോൾ ലായും അമ്മടയാളം വരുമ്പോൾ എന്ത് വായിക്കും? ളം. ചാ വരുമ്പോൾ ചോളം. 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 പായിൽ ഓ ചിഹ്നം. പോ. ത ചന്ദ്രകല. ത്. ത്. പോത്ത്. 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 വീഡിയോ എല്ലാവർക്കും ഉപകാരമാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. വീണ്ടും കാണാം. താങ്ക് യു.